ഭരണം കിട്ടിയപ്പോൾ ജെ.ഡി.യു കളി തുടങ്ങി. മറുത്തൊന്നും പറയാനാകാതെ വീർപ്പുമുട്ടുകയാണ് നരേന്ദ്രമോദി. ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ജെ.ഡി.യു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം, സർക്കാർ രൂപീകരണം, എംപിമാരുടെ സത്യപ്രതിജ്ഞ എന്നിവയ്ക്ക് ശേഷം ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം വീണ്ടും ജെ.ഡി.യു ഉന്നയിച്ചത്. നിതീഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും ജെ.ഡി.യു നേതാക്കളും ഉൾപ്പെടെ എല്ലാ പാർട്ടി എംപിമാരും പങ്കെടുത്തിരുന്നു. യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉയർന്നിരുന്നു. അതിനിടെ പാർട്ടിയുടെ രാജ്യസഭാ എംപിയായ സഞ്ജയ് ധായെ ജെ.ഡി.യു വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിനോടുള്ള ദീർഘകാലമായുള്ള ആവശ്യമായ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്നത് ഉടൻ നൽകണമെന്ന് പാർട്ടി തീരുമാനിച്ചതായി നേതാക്കൾ പറയുന്നുണ്ട്. യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നിർദ്ദേശത്തിലാണ് ആവശ്യം ആവർത്തിച്ചത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടേക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ മന്ത്രിസഭ പ്രമേയം പാസാക്കിയിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രത്യേക പദവിക്ക് വേണ്ടി ദീർഘകാലമായി വാദിക്കുന്നുണ്ട്. ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കും. കൂടാതെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, അങ്ങേയറ്റം പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി, പട്ടികവർഗക്കാർ എന്നിവർക്കുള്ള സംവരണം 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജെ.ഡി.യു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ബീഹാർ സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും പാട്ന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിലെ 243 അംഗ നിയമസഭയിലേക്ക് 2025 ഒക്ടോബറിലാണ് വോട്ടെടുപ്പ് നടക്കുക. 2024 ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനമായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മന്ത്രിമാർ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകതയും എക്സിക്യൂട്ടീവ് ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ്. പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ബൂത്ത് തലത്തിൽ എത്തുമെന്ന് ഉറപ്പാക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യോഗം അഭിനന്ദിച്ചിരുന്നു. ഇത്തവണ ബി.ജെ.പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻ.ഡി.എ പാളയത്തിൽ തിരിച്ചെത്തിയ ജെ.ഡി.യു, ടി.ഡി.പി കക്ഷികളുടെ പിൻബലത്തിലാണ് 3ാം എൻ.ഡി.എ സർക്കാരിന് ബി.ജെ.പി നേതൃത്വം നൽകിയത്. ലോക്സഭയിൽ 12 സീറ്റുകൾ കൈവശമുള്ള ജെ.ഡി.യുവിന്റെ പിന്തുണയെ ആശ്രയിക്കുന്നതിനാൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്ന ആഹ്വാനത്തിന് ഈ സമയത്ത് വലിയ പ്രാധാന്യവുമുണ്ട്. കാലങ്ങളായുള്ള ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാമെന്നാണ് ജെ.ഡി.യുവിന്റെ കണക്കുകൂട്ടൽ. പ്രത്യേക പദവി ലഭിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ജെ.ഡി.യുവിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമായിരിക്കില്ല. മോദി സർക്കാരിന് ഭരണത്തുടർച്ച സാധ്യമാക്കിയ ഘടക കക്ഷികളിലൊന്നായി കേന്ദ്ര മന്ത്രിസഭയിൽ ചേർന്ന് 1 മാസം തികയും മുൻപാണ് ജെ.ഡി.യു പ്രത്യേക പദവി ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് കനം കൂട്ടാൻ കോൺഗ്രസും രംഗത്തിറങ്ങി. പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ സർക്കാർ പ്രമേയം പാസാക്കുമോ എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചോദിച്ചത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് എന്തുകൊണ്ടാണ് ടി.ഡി.പി പ്രമേയം പാസാക്കാത്തതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ബീഹാറിൽ പിന്നോക്ക സംവരണം 65% തടഞ്ഞ ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ജെ.ഡി.യു പ്രമേയത്തിലുണ്ട്. ഇതും ബി.ജെ.പിക്ക് പ്രശ്നം തന്നെയാണ്. ജാതി സർവേയുടെ അടിസ്ഥാനത്തിലാണ് പിന്നോക്ക സംവരണം 65% ബീഹാർ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ജാതി സർവേകൾക്ക് സംസ്ഥാനത്തിന് അധികാരമില്ലെന്നാണ് നേരത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ഈ നിലപാട് ഇനി തുടരുമോ എന്നാണ് വ്യക്തമാകാനുള്ളത്. അതേസമയം ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര നടപടിയിലെ ഇരട്ടത്താപ്പ് അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും.